മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, സുഖമാണോ? കുഞ്ഞുങ്ങൾ ഈ ലൊക്കേഷൻ നോക്കിയിട്ട് പറ, അച്ഛൻ എവിടെയാ? പ്രൈസ് ദി ലോർഡ്. സുഖമായിരിക്കുന്നു കേട്ടോ. പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. പിന്നെ ഈ വരും ദിവസങ്ങളിൽ പ്രദേശത്തിൻ്റെ കൂടെയുണ്ട്. പിന്നെ റെക്കോർഡിങ്ങിൻ്റെ കാര്യങ്ങൾ പ്രാർത്ഥിക്കണം. ഇനി ഓരോ മാസം നിങ്ങൾ ഓരോ ദിവസം പ്രാർത്ഥിക്കാനുള്ള മേഖല ഒന്ന് വെൻഡിങ് വെച്ചിട്ട് സാക്ഷ്യം വായിച്ചിട്ട് 3-4 ദിവസമായി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പലർക്കും സാക്ഷ്യം വായിക്കാത്ത വിഷമമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് സാക്ഷ്യം വായിക്കാം. ബഹുമാനപ്പെട്ട ബിനോയിച്ച, എൻ്റെ പേര് ജിസ്മി. ഞാനും എൻ്റെ കുടുംബവും ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. എൻ്റെ മകന് വേണ്ടി ഞാൻ സാക്ഷി എഴുതുന്നത്. എൻ്റെ മകന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കഴിഞ്ഞ വർഷം 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവന് ഭയങ്കര തലവേദന അനുഭവപ്പെടായിരുന്നു. അത് 3ാം ക്ലാസ് മുതൽ 1 ക്ലാസ് കഴിഞ്ഞ് പിന്നെ 4ാം ക്ലാസ് അപ്പോൾ കഴിയാറായി. തലവേദന പല ഡോക്ടർമാർ മാറി കഴിച്ചൊരു ഫലം ഉണ്ടായില്ല. ചിലപ്പോൾ വേദന കൂടി തല ചുറ്റുന്ന പോലെ ആകുമായിരുന്നു. അവസാനം ഒരു ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ ഹോസ്പിറ്റലിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ കാണിച്ചു പല ടെസ്റ്റുകളും നടത്തിയപ്പോൾ ഡോക്ടറുടെ റിപ്പോർട്ടിൽ ഒരു കുഴപ്പവും കാണുന്നില്ല. ഇനി പറഞ്ഞ കുട്ടിക്ക് വേറെ കുഴപ്പമില്ല, ഇനിയിപ്പോൾ സ്ട്രെസ്സ് കൊണ്ടായിരിക്കും ഒരു പക്ഷേ കുട്ടിയുടെ പ്രശ്നം. അങ്ങനെ കുട്ടിയെ ഫ്രീ ആക്കി വിടുകയായിരിക്കും, പഠിപ്പിക്കുന്നതൊക്കെ കുറയ്ക്കുക, ആ രീതിയിലൊക്കെ പറഞ്ഞു. പഠിപ്പിച്ച് അങ്ങനെ സ്ട്രെസ് കൊടുക്കരുത് എന്നൊക്കെ രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. മോൻ പഠനത്തിൽ, അപ്പോൾ ഇവർ പിന്നെ പഠനത്തെ അത് ശ്രദ്ധിക്കുന്നില്ല. മോൻ പഠനത്തിൽ ഇങ്ങനെ പുറകോട്ട് പോയിക്കാൻ തുടങ്ങി. അങ്ങനെ ആനുവൽ എക്സാമിന് 2 ആഴ്ച മുമ്പ് സ്കൂളിലെ പ്രിൻസിപ്പൾ എന്നെ വിളിപ്പിച്ച് മോൻ പഠനത്തിൽ വളരെ പുറകിലാണെന്നും അവനെ പിന്നെ ഇതിലേക്ക് കയറുന്ന പ്രൊമോഷൻ കൊടുക്കാൻ സാധിക്കുകയാണെന്നും പറഞ്ഞു. പക്ഷേ തലവേദന കാര്യത്തിൽ അങ്ങനത്തെ വ്യത്യാസം അങ്ങനെ പറയാനോ. അപ്പോൾ എനിക്കും ചേട്ടനും വളരെ ടെൻഷനായിപ്പോയി. എക്സാം തുടങ്ങാൻ 2 ആഴ്ചയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നമ്മൾ ബിനോയിച്ചൻ്റെ ടോക്ക് കണ്ടിരുന്നില്ല, ഇപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് ഇത് കാണുന്നില്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം, ആ ടോക്ക് കണ്ട് അങ്ങ് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ അന്നത്തെ ടോക്കിൽ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെപ്പറ്റി അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ എക്സാം തീരുന്ന വിശുദ്ധ കുർബാന അങ്ങ് മുടങ്ങാതെ പോയി സംബന്ധിച്ച് അവന് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. മകൻ ICSE സിലബസ് ഒക്കെ ആയിരുന്നോട് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഹിന്ദിയും കന്നഡയും പഠിച്ചിട്ട് മാസങ്ങളായി അവന്. അപ്പോൾ അവൻ്റെ കഴിവുകൊണ്ട് ഒരിക്കലും എക്സാം പഠിച്ച് പാസ്സാകാൻ പറ്റുകയില്ല, എനിക്ക് ഉറപ്പായിരുന്നു. ഞങ്ങൾ 2 പേർക്കും അങ്ങനെയായിരുന്നു. അങ്ങനെ പിന്നെ ഈ സ്ട്രെസ് മൂലമുള്ളതാണെങ്കിൽ ആ തലവേദന മാറുന്നതിനും എക്സാം പാസ്സാകുന്ന നല്ല മാർക്ക് കിട്ടുന്നതിനും വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ എക്സാം റിസൾട്ട് വന്നിട്ട് സാധാരണ അവന് 2-3 മാർക്കാണ് അവൻ ലഭിച്ചുകൊണ്ടിരുന്നത് ഈ വിഷയങ്ങൾക്കൊക്കെ. പക്ഷെ അവൻ്റെ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര അത്ഭുതമായി. 2 ആഴ്ച കൊണ്ട് എന്താണ് നിങ്ങൾ ചെയ്തതെന്നാണ് അവർ ചോദിക്കുന്നത്. അവർ വിളിപ്പിച്ച് ചോദിച്ചു, നിങ്ങൾ സ്പെഷ്യൽ ട്യൂഷനൊക്കെ അവരെ വല്ല വിട്ടായിരുന്നെന്ന് വല്ലതും ചോദിച്ചു. ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. അവന് 70% മാർക്ക് എല്ലാ വിഷയങ്ങളും നല്ല കർത്താവ് അനുഗ്രഹിച്ചു. തലവേദന മാറി. അച്ഛൻ്റെ ഡെയിലി ടോക്ക് കേട്ട് പ്രാർത്ഥിച്ചില്ല. വിശുദ്ധ കുർബാനയിലൂടെ എൻ്റെ മകൻ്റെ തലവേദന പൂർണ്ണമായി വിമുക്തി കിട്ടി. പഠനത്തിനുള്ള തടസ്സമാണ് നോക്ക്. അപ്പോൾ ടോക്ക് കേട്ടപ്പോൾ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. കുർബാനയ്ക്ക് പോയപ്പോൾ എന്തായി, കൊച്ചിൻ്റെ തലവേദന മാറി, എൻ്റെ സ്ട്രെസ്സാണെന്ന തരത്തിൽ അത് മാറി, കൊച്ചിന് പഠിക്കാനും ഒക്കെ എല്ലാം ക്ലിയർ. ചിന്തിച്ച് നോക്കി. അപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഒരു ഇതായി അല്ലേ. അപ്പോൾ നോക്കി ടോക്ക് കേൾക്കുന്നത്, അപ്പോൾ ഈശോയുടെ പ്രവർത്തനമൊക്കെ ടോക്ക് ചെയ്യേണ്ട ആശീർവാദം മാത്രമല്ല, അത് അനുസരിക്കുമ്പോൾ അത് ഓരോ വഴികളാണ്. അവർക്ക് കുർബാനയ്ക്ക് പോകാൻ തോന്നി, അവരനുസരിച്ച് ദൈവം അനുഗ്രഹിച്ചു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം അതൊക്കെ കേട്ടോ. അതല്ലേ ഈശോ സാക്ഷ്യങ്ങൾ തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് കുറച്ചുകൂടി വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈശോ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. കൂടെയുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് അപ്പോസ്തലരുടെ പ്രവർത്തനം 26:6 തലക്കെട്ട് നിങ്ങൾ കണ്ടു. ചിലപ്പോൾ നമ്മൾ പ്രതിക്കൂട്ടിലാവും. ആക്ട്സ് ചാപ്റ്റർ 26:6. ശരിയാണ്, ചില സമയത്ത് നമ്മൾ വിചാരിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ പ്രതിക്കൂട്ടിലായിപ്പോവും. മനസ്സോ അറിയാതെ ചിലപ്പോൾ പെട്ടു. ഇവിടെ വളരെ മനോഹരമായ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ടെൻഷൻ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ നമ്മുടെ ഫെസ്തോസ് രാജാക്കന്മാരൊക്കെ നമ്മുടെ പൗലോസിനെ വിസ്തരിക്കുന്നതാണ് പശ്ചാത്തലം. അവിടെ പൗലോസ് പറയുന്നതാണ്, ഞാൻ ഇവിടെ ഈ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഞങ്ങളുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിച്ചത് കൊണ്ടാണ്. അതിൻ്റെ അർത്ഥം തന്നെ സഹോദരങ്ങളെ, നമ്മുടെ പിതാക്കന്മാർ, പൂർവ്വപിതാക്കന്മാർ അബ്രഹാം, ഇസഹാക്ക് തുടങ്ങി പിന്നെ പുതിയ നിയമത്തിൽ ഈശോയിലൂടെ ആ പുതിയ വെളിപ്പെടുത്തൽ വാഗ്ദാനങ്ങൾ, സ്വർഗരാജ്യം, ഇതിലൊക്കെ പ്രത്യാശ അർപ്പിച്ചാൽ ചില സമയങ്ങളിൽ നമ്മൾ പ്രതിക്കൂട്ടിലാവും. ചില കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുണ്ട്. നമ്മൾ ഒറ്റപ്പെടപ്പെടും, മാറ്റി നിർത്തപ്പെടും, പ്രതിക്കൂട്ടിലാവും. അല്ലെങ്കിൽ നമ്മളെ ആൾക്കാരെല്ലാം കൂടെ പ്രതിക്കൂട്ടിലാക്കും. അങ്ങനെയുണ്ട്. വചനത്തിന് വേണ്ടി നിന്ന് നോക്കിയേ ചില സമയങ്ങളിൽ പ്രതിക്കൂട്ടിലാവും. എന്നാൽ നിങ്ങൾ ചോദിക്കുക, ഈ ലോകത്തിൻ്റെ എല്ലാ കമ്പനിയിലും കൂടി അടിച്ചു പൊളിച്ച് നടന്ന ഒരു പ്രതിക്കൂട്ടുമില്ല. നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ എന്തിനാണ് ദൈവം ഇതെല്ലാം പറഞ്ഞു തരുന്നത്? ഇതെല്ലാം പറഞ്ഞു തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്?
ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ വചനത്തിന് വേണ്ടി നിന്നാൽ, സ്വർഗത്തെക്കുറിച്ചുള്ള വാഗ്ദാനം അതിൽ പ്രത്യാശ അർപ്പിച്ച് നിന്നാൽ, വചനത്തിലൊക്കെ നിന്നാൽ സംഭവിക്കുന്ന കാര്യം ചില സമയത്തിന് പ്രതികൂട്ടിലാവും. പക്ഷേ നിൽക്കണ്ട, പൗലോസിന്റെ മുമ്പിൽ സൂപ്പർ മോഡലായിട്ട് നിൽക്കുകയല്ലേ, ധൈര്യമായിട്ട് നിൽക്കുക കേട്ടോ. ഈശോ കൂടെയുണ്ട്, പൗലോസ്ലീഹായും കൂടെയുണ്ട്, പിന്നെ യോസേപ്പിതാവും മാതാവിനെ പറയണ്ട. അപ്പം ഞാനും ചെറുതായിട്ട് നിങ്ങളുടെ ഒരു പ്രാർത്ഥന സപ്പോർട്ട് കേട്ടോ. ഈശോ വൃത്തി അനുഗ്രഹിക്കട്ടെ. നമുക്ക് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളെങ്ങനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, ഈ ഒരു വലിയ കുടുംബത്തിൽ പങ്കാളിയാക്കാൻ ഞങ്ങൾ ഓരോരുത്തരെ വിളിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ കൃപാവരങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരും മേൽ വന്ന് നിറയട്ടെ. കർത്താവായ ദൈവമേ, ഇപ്പോഴത്തേക്ക് ഭയങ്കരമായ തലവേദന അനുഭവപ്പെടുന്നവർ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ അർപ്പിച്ച വിശുദ്ധ കുർബാന എൻ്റെ യോഗ്യതയാണ്. പിതാവെ കരുണ കാണിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. തലവേദന എന്ന് പറഞ്ഞ രോഗത്തെ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ശാസിക്കുന്ന, ബന്ധിക്കുന്ന, ബഹിഷ്കരിക്കുന്ന, കുരിശിൻ്റെ ഉള്ള ഞാട്ടിപ്പാങ്ങി സൗഖ്യം പ്രാപിക്കും. അതുപോലെ സ്ട്രെസ്സ് മൂലം കുട്ടികളൊക്കെ പരമായ പരീക്ഷയ്ക്ക് വരുന്ന സ്ട്രെസ്സ്, അതിൻ്റെ ഒരു ശരീരത്തിൽ അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ ശാന്തമാകട്ടെ. അനേകർക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പോയി പ്രാർത്ഥിച്ച് കുടുംബം, ആത്മാവ് അനുഗ്രഹം പറഞ്ഞിട്ട് വരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.